തന്റെ രൂപസാദൃശ്യമുള്ള ഡമ്മി തയ്യാറാക്കി കേതൽ കാത്തിരുന്നു. 4 പേരെയും കൊലപ്പെടുത്താൻ. ഡമ്മി ഉൾപ്പെടെ മൃതദേഹങ്ങൾ വീട്ടിലിട്ട് കത്തിച്ച് താനും കൊല്ലപ്പെട്ടെന്ന് വരുത്തി തീർക്കുകയായിരുന്നു ലക്ഷ്യം. മൃതശരീരങ്ങൾക്ക് തീ കൊളുത്തിയപ്പോൾ ആളിപ്പടർന്നു. കേതലിന്റെ കാലുപൊള്ളി. വെപ്രാളത്തിൽ പുറത്തേക്ക് ചാടി. പിന്നീട് പോലീസ് നടത്തിയ പരിശോധനയിൽ മൃതദേഹങ്ങൾക്കൊപ്പം തുണി, ഇരുമ്പുകമ്പി, പ്ലാസ്റ്റിക് എന്നിവ കൊണ്ട് നിർമ്മിച്ച മനുഷ്യരൂപവും കണ്ടെത്തി. ചൈനയിൽ വൈദ്യശാസ്ത്ര പഠനം കഴിഞ്ഞെത്തിയ മകളുമൊത്ത് ഡോക്ടർ ജീൻ പത്മ വിദേശത്തേക്ക് പോകാനിരുന്നതായി ഇതിൽ കേതലിന് എതിർപ്പുണ്ടായിരുന്നുവെന്നും സൂചനകളുണ്ട്. സ്വത്ത് തർക്കങ്ങളാണ് കൂട്ടക്കൊലയിലേക്ക് നയിച്ചതെന്നും അഭ്യൂഹങ്ങളുണ്ടായിരുന്നു. ഒന്നിനും കൊള്ളാത്തവനാണെന്ന് അമ്മ എപ്പോഴും കുറ്റപ്പെടുത്തും. തികഞ്ഞ അവഗണനയായിരുന്നു എന്നോട് എല്ലാവർക്കും. ഇങ്ങനെയായിരുന്നു കേതലിന്റെ മൊഴി. ഏതാനും മാസങ്ങളായി കൊണ്ടുനടന്ന വൈരാഗ്യമാണ് കൊലപാതകത്തിൽ എത്തിച്ചതെന്നാണ് വെളിപ്പെടുത്തൽ. അമ്മ, അച്ഛൻ, സഹോദരി എന്നിവരെ കൊന്നതോടെ അന്ത്യയായ ബന്ധു ലളിത കഷ്ടത്തിലാകുമെന്ന് കരുതി കാരുണ്യം കൊണ്ടാണ് അവരെ കൊന്നതെന്നാണ് കേതലിന്റെ വെളിപ്പെടുത്തൽ. ഒരുതരം ദയാവധമെന്നാണ് കേതൽ അതിനെ വിശേഷിപ്പിച്ചത്. നന്ദൻകോട് കൂട്ടക്കൊലക്കേസ് പ്രതി കേതൽ ജീൻസൺ രാജ ജയിലിലെത്തി ആദ്യ നാളുകളിൽ സഹതടവുകാരെ ആക്രമിച്ചെന്ന പരാതിയുണ്ടായിരുന്നെങ്കിലും 2 വർഷം കഴിഞ്ഞതോടെ നിശബ്ദനായി എന്നാണ് ജയിലിൽ നിന്നുള്ള വിവരം. മാനസിക അസ്വാസ്ഥ്യം പ്രകടിപ്പിച്ചാണ് ആദ്യ നാളുകളിൽ ചെറിയ രോഷപ്രകടനമൊക്കെ നടത്തിയത്. ഇതേ തുടർന്ന് പേരൂർക്കട മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് മാറ്റിയിരുന്നു. പിന്നീട് ജയിലിലെ മാനസികാരോഗ്യ ബ്ലോക്കിൽ ഒറ്റയ്ക്കാണ് താമസിപ്പിച്ചിരുന്നത്. അപസ്മാരം വന്ന അവശനായി ആശുപത്രിയിൽ പ്രവേശിപ്പിക്കേണ്ടിയും വന്നിട്ടുണ്ട്. ഒടുവിൽ ജയിലിൽ മാനസികാരോഗ്യ ബ്ലോക്കിൽ 3 പേർക്കൊപ്പമാണ് കഴിഞ്ഞത്. പൊതുവെ ആരോടും മിണ്ടാതെ കഴിയുന്നതായിരുന്നു രീതി. ബന്ധുക്കളാരും ജയിലിൽ കാണാൻ വരാറില്ല. അഭിഭാഷകർ മാത്രമാണ് ജയിലിലെത്തിയത്. വധശിക്ഷ വിധിക്കണമെന്ന പ്രോസിക്യൂഷന്റെ ആവശ്യം അംഗീകരിച്ചില്ലെങ്കിലും അപൂർവ കുറ്റകൃത്യമായി പരിഗണിച്ചാണ് നന്ദൻകോട്ടെ കൂട്ടക്കൊലപാതക കേസിൽ കോടതി വിധി പറഞ്ഞത്. ജീവപര്യന്തം തടവിന് മുൻപായി പ്രതി കേതൽ ജീൻസൺ രാജയ്ക്ക് 12 വർഷത്തെ കഠിന തടവ് വിധിച്ചത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ്. എല്ലാം കൂടി ചേരുമ്പോൾ 25 മുതൽ 30 വർഷം കേതൽ ജയിലിൽ തന്നെയായിരിക്കും. 3 വിഭാഗങ്ങളിലാണ് 15 ലക്ഷം രൂപ പിഴ. ഇതടയ്ക്കുന്നതിൽ വീഴ്ച വരുത്തിയാൽ 1 വർഷം വീതം അധിക തടവ് അനുഭവിക്കണം. മാതാപിതാക്കളെയും സഹോദരിയുമടക്കം കുടുംബത്തിലെ 4 പേരെ ക്രൂരമായി കൊലപ്പെടുത്തിയ കേതലിന്റെ പ്രവൃത്തി അപൂർവങ്ങളിൽ അപൂർവമാണെന്നും വധശിക്ഷ നൽകണമെന്നും ശിക്ഷ സംബന്ധിച്ചുള്ള വാദത്തിൽ പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടിരുന്നു. കേതൽ മാനസിക പ്രശ്നങ്ങൾ നേരിടുന്നയാളാണെന്നും ചെറുപ്പമാണെന്നും ചൂണ്ടിക്കാട്ടിയാണ് ശിക്ഷയിൽ ഇളവ് വേണമെന്ന് പ്രതിഭാഗം വാദിച്ചത്. മാനസിക പ്രശ്നമെന്നത് ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള പ്രതിയുടെ അടവാണെന്നും മാസങ്ങൾ നീണ്ട ആസൂത്രണത്തിനൊടുവിലാണ് കൂട്ടക്കൊലപാതകങ്ങൾ ചെയ്തതെന്നും പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാട്ടി. കൊലപാതകങ്ങൾക്കായി മഴു ഉൾപ്പെടെയുള്ളവ ഓൺലൈനിൽ വാങ്ങിയത്, മനുഷ്യ ശരീരത്തിന്റെ ഡമ്മിയുണ്ടാക്കി അതിൽ കൊലപാതകം പരിശീലിച്ചത്, മൃതദേഹങ്ങൾ ഒളിപ്പിച്ചത്, പെട്രോൾ ഒഴിച്ച് കത്തിച്ചത്, വീട്ടുകാരെ അന്വേഷിച്ചെത്തിയവരോട് കള്ളം പറഞ്ഞത്, ചെന്നൈയിലേക്ക് രക്ഷപ്പെട്ടത് എന്നിവയെല്ലാം കേതലിന്റെ ആസൂത്രണത്തിനുള്ള തെളിവായി പ്രോസിക്യൂഷൻ നിരത്തി. ഇത്രയും കാര്യങ്ങൾ ചെയ്ത പ്രതിക്ക് മാനസിക പ്രശ്നങ്ങളുണ്ടെന്ന വാദം അംഗീകരിക്കാനാവില്ലെന്നും വാദിച്ചു. കുറ്റകൃത്യം നടത്തുമ്പോൾ മാനസിക പ്രശ്നത്തിന് പ്രതി ചികിത്സ തേടിയിട്ടില്ലെന്നും ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.